ബിജെപി കൌൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച മുൻ പാർട്ടി വക്താവ് MS കുമാറിനെ കണ്ട് രാജീവ് ചന്ദ്രശേഖർ. MS കുമാറിനെ വീട്ടിലെത്തിയാണ് സംസ്ഥാന അധ്യക്ഷൻ കണ്ടത്. തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച? MS കുമാറിനെ അനുനയിപ്പിക്കാനാണോ സംസ്ഥാന അധ്യക്ഷൻ വീട്ടിലെത്തിയത്? ദിവ്യ, ഇന്ന് രാവിലെയായിരുന്നു MS കുമാറിന്റെ ശ്രീകണ്ഠേശ്വരത്ത് വീട്ടിലെത്തി രാജീവ് ചന്ദ്രശേഖർ MS കുമാറിനെ കണ്ട് സംസാരിച്ചത്. അധിക നേരം കൂടിക്കാഴ്ച നീണ്ടുനിന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്ര സന്ദർശനത്തിനും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പരിപാടികൾക്കുമൊക്കെ ആയി എത്തിയ ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മുതിർന്ന നേതാവ് MS കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും വലിയ വിമർശനമാണ് കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് MS കുമാർ നടത്തിയത്. താനും അതേ നിലയിൽ അനിൽ അനുഭവിക്കുന്ന തരത്തിൽ തന്നെയുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ്. തനിക്കും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനമായിരുന്നു ഫേസ്ബുക്കിലൂടെ MS കുമാർ നടത്തിയത്. അതിനുശേഷം MS കുമാർ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല, നേരത്തെ പാർട്ടി നേതാവായിരുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതികരണം S സുരേഷ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെതിരെയും രൂക്ഷമായ വിമർശനവുമായി MS കുമാർ രംഗത്തെത്തിയിരുന്നു. ഇവരൊക്കെയാണല്ലോ ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്, താൻ ഈ പാർട്ടിയുടെ ഇളയ പ്രവർത്തകനാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാറ്റിയായിരുന്നു അന്ന് MS കുമാർ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതിനുശേഷം ഇതുവരെയും ഈ അനന്തപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് അന്ന് MS കുമാർ ചൂണ്ടിക്കാട്ടിയത്. BJP നേതൃത്വം ഇടപെട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. പക്ഷേ അതിനുശേഷം BJP നേതാക്കൾ ആരും MS കുമാറിനെ വിളിക്കുകയോ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെടുകയോ ചെയ്തിരുന്നില്ല. ഇത്രയും ദിവസമായി ആരും തന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം MS കുമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിക്കും ഒപ്പം തന്നെ ക്ഷേത്ര സന്ദർശനത്തിനുമായി എത്തിയ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ MS കുമാറിനെ കാണുകയും ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. MS കുമാർ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നോട് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചത് എന്നുള്ളതാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഈ താൻ ഉന്നയിച്ച വിവാദങ്ങളിൽ, താൻ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമോ അതുമായി ബന്ധപ്പെട്ട ചർച്ചയോ നടന്നിട്ടില്ല എന്നുള്ളതാണ് MS കുമാറിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MS കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. പക്ഷേ പ്രധാനമായും നേതൃത്വത്തിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ, പരാതികളിൽ ഒരു തരത്തിലുള്ള ആലോചനയും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന നേതാവ് MS കുമാറിന്റെ അതൃപ്തി അത് പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MS കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിവരങ്ങളാണ് വിജിൻ